ലോകോത്തര പൈതൃക ടൂറിസം പദ്ധതിയിൽ പറവൂരിനെ അടയാളപ്പെടുത്തുന്ന മുസിരിസ് വാട്ടർ ടൂറിസം പ്രൊജക്ട് നിശ്ചലാവസ്ഥയിൽ 2015-ൽ 14ഓളം ബോട്ടുകളാണ് ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പറവൂരിൽ സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ അധികാരികളുടെ അനാസ്ഥയും അലംഭാവവും മൂലം സീസണിലെത്തുന്ന കായൽ സഞ്ചാരികൾക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. കൂടുതൽ ബോട്ടുകൾ അനുവദിച്ച് മുസിരിസ് ടൂറിസത്തെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി അധികാരികൾ കൈപിടിക്കാതെ മുങ്ങിത്താഴ്ന്ന മുസിരിസ് ഡ്രീം പ്രൊജക്ട്. 15ഓളം ബോട്ടുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒറ്റ ബോട്ടുകളും വർക്ക് ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥർ ഇവിടെ രാവിലെ വരും, അവരവരുടേതായ കാര്യം നോക്കി അവരങ്ങോട്ട് പോകും. കോടിക്കണക്കിന് രൂപയുടെ ബോട്ടുകളാണ് ഇപ്പോൾ ഈ നശിച്ച അവസ്ഥയിലുള്ളത്. പതിനാലോളം ബോട്ടുകൾ നിരന്തരം സർവീസ് നടത്തിയിരുന്ന മുസിരിസ് ടൂറിസ്റ്റ് വകുപ്പ് ആരംഭിച്ച വാട്ടർ ടൂറിസം പ്രൊജക്ടാണ് അധികാരികളുടെ അനാസ്ഥയും ശ്രദ്ധയില്ലായ്മ മൂലവും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നത്. സീസണിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴേക്കും ബോട്ടുകളുടെ എണ്ണം നന്നേ കുറഞ്ഞു. നിലവിൽ 2 വലിയ ബോട്ടുകളും 2 ചെറിയ വാട്ടർ ടാക്സികളുമാണ് ഇവിടെ പ്രവർത്തന സജ്ജമായുള്ളത്. ദിനംപ്രതി നിരവധി ആളുകൾ സഞ്ചാരമാർഗമായി തിരഞ്ഞെടുക്കുന്ന ഇവിടം ഉദ്യോഗസ്ഥരുടെ ശരിയായ പ്രവർത്തനമില്ലാത്തതിനാൽ കായൽ സഞ്ചാരികൾക്ക് യഥാസമയം യാത്ര നടത്താൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമാണ് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നതെന്നാണ് പറവൂർ നഗരസഭ 3ാം വാർഡ് കൗൺസിലർ MK ബാനർജി പറയുന്നത്. 2015-ല് കേരള ഗവൺമെന്റ് ടൂറിസം വകുപ്പ് കൂടി തുടങ്ങിയ മുസിരിസ് ടൂറിസം വകുപ്പാണ് ഇവിടെ ഈ പുഴയോരവും 15ഓളം കിലോമീറ്ററോളം യാത്ര ചെയ്യാവുന്നതിന് വേണ്ടി 15ഓളം ബോട്ടുകളാണ് ഇവിടെ സജ്ജമാക്കിയത്. പക്ഷെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥത കാരണം സർക്കാർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥത, ബോട്ടുകൾ കേടായാൽ അത് പെട്ടെന്ന് വർക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബോട്ടിനെ സംബന്ധിച്ച് മറ്റൊരു രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർത്ത് സഞ്ചാരികൾക്ക് അത് സഞ്ചാരയോഗ്യമാക്കാനുള്ള സംവിധാനം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്നില്ല. ഒട്ടനവധി സഞ്ചാരികളാണ് കാലത്ത് തുടങ്ങി 6 മണി തുടങ്ങി വൈകുന്നേരം ഒരു 12-1 മണി വരെയാണ് ഇവിടെ ആൾക്കാരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിശാലമായ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബോട്ട് സർവീസ് നിശ്ചലമായിരിക്കുന്ന സമയമാണ്. 15ഓളം ബോട്ടുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒറ്റ ബോട്ടുകളും വർക്ക് ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥർ ഇവിടെ രാവിലെ വരും, അവരവരുടേതായ കാര്യം നോക്കി അവരങ്ങോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയായിട്ട് പോലും ഈ മുസിരിസ് ടൂറിസത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ടിൽ നിന്ന് പറവൂർ തട്ടുകടവ് മുസിരിസ് ബോട്ട് ജെട്ടിയിൽ നിന്നുമാണ് 2015-ൽ മുസിരിസ് പൈതൃക ബോട്ട് സവാരി ആരംഭിച്ചത്. പദ്ധതി പ്രദേശത്ത് തുറന്ന ചേന്ദമംഗലം പാലി മ്യൂസിയങ്ങൾ, ജൂത സിനഗോഗുകൾ, സഹോദരൻ അയ്യപ്പൻ സ്മാരകം, കോട്ടപ്പുറം കോട്ട, പള്ളിപ്പുറം കോട്ട, മുനയ്ക്കൽ ബീച്ച് തുടങ്ങി പൈതൃക സ്മാരകങ്ങളെ കോർത്തിണക്കിയായിരുന്നു ഈ യാത്ര. എന്നാൽ ഈയിടെ ഇവിടേക്ക് ബോട്ടുകൾ എത്താനാകാത്ത സ്ഥിതിയുമുണ്ടായി. പറവൂർ പുഴയ്ക്കു കുറുകെ ദേശീയപാതയിൽ പുതിയ പാലം ഉയരം കുറിച്ച് പണിതീർത്തതാണ് ഇതിന് തടസ്സമായത്. മഴക്കാലം കഴിയുന്നതോടെ ടൂറിസ്റ്റ് സീസണാകും. അതിനാൽ കൂടുതൽ ബോട്ടുകൾ അനുവദിച്ച് മുസിരിസ് ടൂറിസത്തെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഈ പൈതൃക പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർ പഠനാവശ്യാർത്ഥവും അല്ലാതെയൊക്കെ ആയിട്ട് സന്ദർശകർ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ട് അധികൃതരുടെ അനാസ്ഥയും ഉത്തരവാദിത്വമില്ലായ്മയും കൊണ്ട് നശിച്ച ഒരു അവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ബോട്ടുകളാണ് ഇപ്പോൾ ഈ നശിച്ച അവസ്ഥയിലുള്ളത്. ഇത് നോക്കാൻ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ മുസിരിസ് പദ്ധതി ഉദ്യോഗസ്ഥരോ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. ഇത് എത്രയും പെട്ടെന്ന് പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഇവിടെ ഒരു നഗര വികസന പദ്ധതി, ഒരു ടൂറിസവുമായി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നഗരസഭയെ നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ അനാസ്ഥ ഇതിൽ സ്പഷ്ടമാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.
ആഘോഷങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തിനാ? മൺസൂൺ കളർഫുൾ ആക്കാൻ വരുന്നു സിറ്റി സിൽക്സിന്റെ കർക്കിടകമേളം. ഇനി വിലക്കുറവിന്റെ ഉത്സവമേളം. എല്ലാ പർച്ചേസിംഗിലും 50% വരെ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ബൈ 1 ഗെറ്റ് 1 ഓഫറും. വിലക്കുറവിന്റെ ഉത്സവമേളം ഇനി സിറ്റി മുഴുവൻ ആഘോഷമേളം. സിറ്റി സിൽക്സ്, ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്.